നമ്മുടെ കുട്ടികൾ ഒരു 17 വയസ്സിന് ശേഷം എന്ന് വെച്ചാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എല്ലാവരും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് പുതിയ പുതിയ പ്രൊഫഷൻസ് തേടി ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് പോവുക എന്നതാണ്. പിന്നീട് പല കുട്ടികളും മെട്രോ സിറ്റികളിൽ ഉൾപ്പെടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ നിന്ന് വന്നിട്ട് ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ലൈംഗിക തൊഴിൽ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അത്തരം അവസ്ഥയിലേക്ക് അവരെയൊക്കെ നയിക്കുന്നത് എന്തായിരിക്കാം? അതും ആരും ഒരു സെക്സ് റാക്കറ്റ് പിടിച്ചുകൊണ്ട് പോകുന്നതൊന്നുമല്ല, അതിന്റെ അപ്പുറത്തേക്ക് പലരും സ്വയം സ്വീകരിക്കുന്നതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ അത് എന്തായിരിക്കും? അവരെന്തുകൊണ്ടായിരിക്കും ആ ഒരു തൊഴിൽ സ്വീകരിക്കുന്നത്? അധികം അധ്വാനിക്കാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു തോന്നലായിരിക്കാം ഇന്ന് പല കോളേജ് വിദ്യാർത്ഥിനികളെയും ഇത്തരം തൊഴിലിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെക്സ് വർക്കിംഗ് എന്ന് പറയുന്നത് അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു തൊഴിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലും അതിലൊരു വലിയൊരു ഹാർഡ് വർക്ക് ഇല്ല. ബാക്കി തൊഴിലുകളെ സംബന്ധിച്ച് ഇപ്പൊ സ്വിഗ്ഗി ഓടാൻ പോവുകയാണെങ്കിൽ, സൊമാറ്റോ ഓടാൻ പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റു വർക്ക് ഫ്രം ഹോം സംവിധാനങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ആവശ്യമുണ്ട്. ഇവിടെ അത്രത്തോളം ഇല്ല. തങ്ങളുടെ ഒഴിവു സമയങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സെക്സ് വർക്ക് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈവൻ കൊച്ചി, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് കൊച്ചിയിൽ ഇരുന്നിട്ടാണ്, കൊച്ചിയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സെക്സ് വർക്കിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് വളരെ വലിയൊരു ഡിമാൻഡ് ഉണ്ട്. ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര പൈസ അവർ അതിനുവേണ്ടി ചെലവാക്കാനും തയ്യാറാണ്. സോ വലിയൊരു ഈ കോളേജ് വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചൊക്കെ അവരുടെ ഏറ്റവും വലിയൊരു നീടാണ് പോക്കറ്റ് മണി. അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പൈസ അനിവാര്യമാണ്. ഇത് വീട്ടിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാകും. അപ്പൊ ആ പരിധിയെ മറികടക്കാൻ അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗമായി സെക്സ് വർക്ക് മാറിയിരിക്കുകയാണ് ഇന്ന് പല സിറ്റികളിലും എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് എന്നുള്ളതാണ്. അതെ, നമ്മൾ സൂര്യനെല്ലി കേസ് വന്ന സമയത്ത് വളരെയധികം എല്ലാവരും ഒന്ന് വേദനിച്ചാണ്. കാരണം 17 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള ആ ഒരു കുട്ടി അതിലെ ഒരു സെക്സ് റാക്കറ്റിൽ പെട്ടുപോയെന്നാണ്. ആ ഒരു സമയത്ത് നല്ല സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിൽ നവമാധ്യമങ്ങളാണെങ്കിൽ എല്ലാവരും ഒരേപോലെ പറഞ്ഞതാണ് ആ ഒരു കുട്ടി പെട്ടുപോയി, അല്ലെങ്കിൽ ആ ഒരു ചെറിയ പ്രായത്തിൽ എങ്ങനെ അതിന് 40ഓളം ആൾക്കാർ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. പല തരത്തിലാണ് ആ ഒരു സെക്സ് വർക്കിന് ആൾക്കാർ, അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന രീതിയിൽ ലൈംഗിക തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ കൊച്ചിയിൽ തന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ ഒരു 1 മണി 2 മണി 3 മണി സമയത്തൊക്കെ ഇവർ സുലഭമായി കാണപ്പെടും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു മീഡിയ വഴി അല്ലെങ്കിൽ ടെലിഗ്രാം ആണെങ്കിലും ബമ്പിൾ ആണെങ്കിലും ഡേറ്റിംഗ് ആപ്പുകൾ വഴി വരെ ഇതിനൊരു ലഭ്യത കൂടി വരുന്നു, അല്ലെങ്കിൽ ആൾക്കാർ ഡിമാൻഡബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആൾക്കാരെ കൂടുതൽ ആദ്യം അവർ ചാറ്റ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ കോളിംഗ് ആയിരിക്കാം, അതിനുശേഷം ഇവർ തമ്മിൽ കാണുകയും ആ ഒരു ലൈംഗിക തൊഴിലിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. കാരണം പൈസ കൊടുത്തിട്ടാണ് ഇവർ വാങ്ങുന്നത്, അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഷിപ്പുകളുടെ കാലമാണെന്ന് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻഷിപ്സിലൂടെ കുറച്ച് നാളത്തേക്ക് ഒരാളുമായിട്ട് റിലേഷനിലാവുന്നു, അവരുമായിട്ട് എൻജോയ് ചെയ്യുന്നു, അതിനുശേഷം മറ്റൊരാളിലേക്ക് പോകുന്നു. കാരണം അവിടെ ഒരു ആത്മബന്ധമൊന്നുമില്ല. തികച്ചും നമുക്ക് പറയാൻ പറ്റും അതൊരു ലൈംഗിക ഈ സിറ്റുവേഷൻഷിപ്പ് പോലെയുള്ള ഇപ്പോ ആതിര പറഞ്ഞ പോലത്തെ ഈ ഷിപ്പുകൾ എന്ന് വെച്ചാൽ അത് റിലേഷൻഷിപ്പുകളുടെ ഒരു മോഡുകളാണ്. അതിനെയും സെക്സ് വർക്കിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഒരു ഈ സിറ്റുവേഷൻഷിപ്പിലാണെങ്കിലും അവിടെ എവിടെയെങ്കിലും പണം എന്ന് പറയുന്നത് ഒരു മീൻസ് ആകുന്നില്ല. പണത്തിന് വേണ്ടിയിട്ടല്ല ആരും അത് ചെയ്ത്. പണം മേ ബി ഇത് ചെയ്തുകൊണ്ട് പണം തട്ടുന്നവരുണ്ടായിരിക്കാം, പക്ഷെ പണം ചെയ്തുകൊണ്ട് സെക്സ് ചെയ്യുന്നതിനെയാണ് നമുക്ക് സെക്സ് വർക്ക്, അല്ലെങ്കിൽ സെക്സ് ചെയ്യാൻ വേണ്ടി പണം വാങ്ങുന്നതിനെയാണ് നമുക്ക് സെക്സ് വർക്ക് എന്ന് പറയാൻ സാധിക്കും. നിരവധി ആപ്പുകളിൽ നിന്നും ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടില്ല. അവർ തമ്മിലൊരു ആത്മബന്ധം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആത്മബന്ധം സെക്സ് വർക്കിൽ എവിടെയും വരുന്നില്ല. എവിടെയാണ് ആത്മബന്ധം വരുന്നത്? ഒരു കണക്ഷൻ എടുക്കും, തമ്മിലൊരു കണക്ഷൻ രൂപം കൊള്ളും, അതിനുശേഷം അവർ സംസാരിക്കും, പിന്നീട് പല കാര്യങ്ങളിലേക്ക് കടക്കും, അതിനുശേഷം അതിൽ ചിലപ്പോൾ അവർ പൈസ വാങ്ങുന്ന രീതിയും ഉണ്ട്. അത് ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ പരിചയപ്പെടുന്നു. ആ പരിചയപ്പെട്ടതിന് ശേഷം ഇപ്പൊ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന രീതിയിൽ അഭിനയിച്ച് അയാളിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്നതിനെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഹണി ട്രാപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അത് അങ്ങനത്തെ ഒരു ക്രൈം ആയിട്ട് മാറുകയാണ്. ഈ സെക്സ് വർക്ക് എന്ന് പറയുന്നത് കൃത്യമായി പൈസ കൊടുത്ത് ഇത്ര പൈസ തന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം, അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ കിടക്കാം എന്ന് പറയുന്നതിനെയാണ് നമുക്ക് സെക്സ് വർക്ക് എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനെ ഈ സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുമായി കമ്പയർ ചെയ്യുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി താല്പര്യമില്ല. ഞാൻ അങ്ങനെ കാണുന്നില്ല അതിനെ. പക്ഷെ ഈ പൈസയ്ക്ക് വേണ്ടി ആളുകൾ ഇതിലേക്ക് മുതിർന്നിറങ്ങുന്നത് ഇപ്പൊ കുറച്ചധികം കൂടുതലാണ്. മേ ബി അതിനുള്ള ഡിമാൻഡ് കൂടുതലാണ്. പിന്നെ ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെയധികം കൂടുതലാണ്. ഇപ്പോ ആതിര പറഞ്ഞതുപോലെ ടെലഗ്രാം പോലെയുള്ള ആപ്പുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആപ്പുകളിൽ ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ ഇത് വളരെ ഈസിയായി കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ഫോട്ടോ കൊടുക്കണമെങ്കിൽ 500 രൂപ തന്നു കഴിഞ്ഞാൽ എന്റെ ബ്രസ്റ്റിന്റെ ഒരു ഫോട്ടോ ഞാൻ അയച്ചു തരാം, അല്ലെങ്കിൽ 1000 രൂപ വേണം ഈ ഫോട്ടോ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര ഭാഗം കാണണമെങ്കിൽ ഇത്ര പൈസ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ പാക്കേജുകളുണ്ട് ഇവർക്ക്.
ഓരോ ഫോട്ടോ ഒക്കെ അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ വീഡിയോ കോളിങ് അല്ലെങ്കിൽ ഇത്ര മിനിറ്റിന്റെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഈ ഫോട്ടോയോ വീഡിയോയോ ഒന്നുമില്ല, നോർമലി ഫ്ലേർട്ട് ചെയ്യാൻ ഇത്ര മണിക്കൂറിന് അല്ലെങ്കിൽ ഇത്ര സമയത്തിന് ഇത്ര പൈസ എന്ന രീതിയിൽ വരെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പുതിയ ഫീച്ചറുണ്ട്, സബ്സ്ക്രിപ്ഷൻസ്. ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മോഡലുകൾ അവരുടെ ഇത്തരത്തിലുള്ള കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂഡ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷനിലാണ്. അതിൽ നിന്ന് അവർക്ക് വരുന്ന വരുമാനം കൂടുതലാണ്. അപ്പോൾ അവർക്കതിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, എല്ലാവരും മുഖം കാണിക്കാതെ ഒരുപാട് പേർ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ഒരുപാട് സൈറ്റുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഫേസ് ഇല്ലാത്ത ശരീരങ്ങൾ മാത്രം. സോ അവരുടെ ഐഡന്റിറ്റി അവിടെ എവിടെയും റിവീൽ ആവുന്നില്ല. പക്ഷെ അവർക്ക് അതിലൂടെ വരുമാനവും കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഒരു കാലം തൊട്ട് നമ്മൾ വിചാരിച്ചൊരു കാര്യമാണ് ഈ ലൈംഗിക തൊഴിലിന് ഇറങ്ങുന്ന ആൾക്കാരുടെ പ്രധാന പ്രശ്നം അവർക്ക് പട്ടിണി, സ്ത്രീകളാണെങ്കിൽ പട്ടിണി, അതുപോലെ കുടുംബം നോക്കാനുള്ള ആ ഒരു പ്രശ്നം കൊണ്ടാണ്. കാരണം നളിനി ജമീലെ അറിയാം. നളിനി ജമീലയ്ക്ക് തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം 2 ചെറിയ കുട്ടികളായിരുന്നു. ആ കുട്ടികളെ നോക്കാൻ ഒരു സാഹചര്യം ഇല്ലാതിരുന്നപ്പോൾ അവർ ഒരു ബന്ധുവാണ് പറഞ്ഞു കൊടുത്തത് ഈ തൊഴിലിനെ പറ്റി. അങ്ങനെയാണ് അവർ ആ ഒരു തൊഴിലേക്ക് ഇറങ്ങുന്നത്. ഇനിയിപ്പോ ട്രാൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് മറ്റു ജോലികൾ കിട്ടുന്നില്ല എന്ന രീതിയിലേക്ക്, അവർ വേറെ ജോലികൾക്ക് കിട്ടുന്നില്ല, ആ ഒരു രീതിയിലാണ് അവർ ഈ ഒരു തൊഴിലേക്ക് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഈ കുട്ടികൾ എന്ന് പറയുന്നത് അവര് ഈ ഒരു രീതിയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്കൊരു അത്ഭുതം തോന്നേണ്ടത്. കാരണം പലപ്പോഴും അതൊരു നമുക്ക് തന്നെ അത്ഭുതം തോന്നും. പല സന്ദർഭങ്ങളിലും നമ്മൾ ഇവരെ കണ്ടുമുട്ടുമ്പോഴാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു ചെറുപ്രായത്തിലൊക്കെ അവര് സ്വയം ഇറങ്ങുക, അല്ലെങ്കിൽ ഒരു സെക്സ് റാക്കറ്റ് ഒന്നുമല്ല, ഒരാൾ പിടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യുന്നതല്ല. നമ്മുടെ റെഡ് സ്ട്രീറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പിടിച്ചു കൊണ്ടുപോയിട്ടാണ് നിർബന്ധിതമായി ഇത് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷെ പല സ്ഥലങ്ങളും ഇത് നിർബന്ധിതമല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമുക്ക് അതിന് വ്യക്തമായ നിയമങ്ങളുണ്ട്. പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ലീഗൽ ആണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ സാധിക്കും, പക്ഷെ അതിനൊരു കേന്ദ്രീകൃതമായി ചെയ്യരുത്, അല്ലെങ്കിൽ അതിന് സർട്ടേൺ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയുന്ന കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അരുൺ എഴുത്തച്ഛൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് വംശീയതയുടെ ഇന്ത്യ എന്നോ അങ്ങനെ എന്തോ ആണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ കൂടുതലും പറഞ്ഞു വെക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതില് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതിലേക്ക് ഇദ്ദേഹത്തിന്റെ യാത്രകൾ, ഇതൊരു മാധ്യമ പ്രവർത്തകനാണ്, ഇദ്ദേഹം പറയുന്നത് ഇയാളുടെ യാത്രകളിൽ ഒരുപാട് കുടുംബങ്ങൾ ഇത്തരത്തിൽ സെക്സ് വർക്കിന് വേണ്ടി ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ നാട്ടിലൊന്നും ആണുങ്ങൾ ജോലിക്ക് പോകുന്നില്ല. ഒരു കാലത്ത് ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നത് പോലെ തന്നെ. കാരണം അവര് ചെറിയ കുട്ടികളെ അത് പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ ഇതാണ് നിങ്ങളുടെ തൊഴിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവർക്കത് വളരെ കാഷ്വൽ ആണോ എന്ന് ആലോചിച്ചു. സ്വന്തം ഭാര്യ അവരിങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കോലായിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പോകുന്ന ലോറികൾക്കൊക്കെ കൈ കാണിച്ചുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് അവർ വീഴുന്നു, അത് സംഭവം ചെയ്യുന്നു, അവർ പോകുന്നു. അത് അവരുടെ ജോലിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് അവരെ കോലായിൽ അടുത്ത കസ്റ്റമറിനെ നോക്കിയിരിക്കും. അപ്പൊ ഈ സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കാഷ്വലായി ഇന്നും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കേരളത്തിൽ നമ്മുടെ ഈ വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതൊരു പേടിപ്പെടുത്തുന്നതായി തോന്നുന്നത്. എന്തായാലും ഇതിനൊരു മാറ്റം വരണം എന്നുള്ളത് അതിന്റെ ഒരു അനിവാര്യത തന്നെയാണ്. കൃത്യമായ നിയമങ്ങൾ വരണം. കുട്ടികൾ ഒരുപാട് അസുഖങ്ങൾക്ക് ഈ നമ്മുടെ കൊച്ചിയിലെ പല സ്പാകളും റെയ്ഡ് ചെയ്ത ഒരു കാലത്തല്ല ഇപ്പോഴും നമ്മൾ ഒന്ന് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പലപ്പോഴും കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടെ ഇന്നും നമ്മളിപ്പോ ഒരു സ്പായുടെ നമ്പറിലേക്ക് വെറുതെ ഒരു ഹായ് അയച്ച് നമ്മളൊരു ആണാണ് അല്ലെങ്കിൽ എന്തൊക്കെ പാക്കേജ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ മെസ്സേജുകൾ കിട്ടും. സാൻഡ്വിച്ച്, ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുകളിലുള്ള പാക്കേജുകൾ നമുക്ക് കാണാൻ തോന്നുന്നു. കോളേജ് വിദ്യാർത്ഥികൾ ആ സ്പായിൽ ഒരു പ്രമുഖ സ്പായിലെ റെയ്ഡ് നടത്തിയ സമയത്ത് പല കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികളെ പിടിച്ച സമയത്ത് പറയുന്നതാണ് അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കൂടെ ഒരാൾ പോയി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, സ്പായിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കുട്ടി പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്, നല്ല ഹൈ പ്രോഡക്ട്സ് ഒക്കെയാണ്, മേക്കപ്പ് പ്രോഡക്ട്സ് ഉൾപ്പെടെ വാങ്ങുന്നുണ്ട്, നല്ലൊരു ഹൈ ക്ലാസ് ജീവിതത്തിലേക്ക് അവർ കടക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടു മോഹിച്ച് ഞാനും പോയതാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം പോയതാണ്. ആ ഒരു രീതിയിലേക്ക്, കാരണം ഒരു മോഹ വാഗ്ദാനം, അല്ലെങ്കിൽ ആ ഒരു മോഹ വലയങ്ങളിൽ പെട്ടുപോകുന്ന ഒരു സമയമാണ് പല കുട്ടികളും. കാരണം ഈ ഒരു 17 നേരത്തെ പറഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് പല കുട്ടികളും ഉന്നത വിദ്യാഭ്യാസത്തിന് വരുന്ന കുട്ടികളാണ്. ആ ഒരു സമയത്ത് ഇത്തരം പല കുഴികളിലും അവർ പെട്ടുപോകും. പക്ഷെ അത് സ്വയം സ്വീകരിക്കുന്നതിനെ നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. കാരണം ആരും നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതല്ല, സ്വയം സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനൊരു മാറ്റം വരേണ്ടതായിട്ടില്ലേ? തീർച്ചയായിട്ടും അതിനുള്ള മാറ്റങ്ങൾ നിയമങ്ങളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ റെഗുലേഷൻസ് ആയിട്ടായും അടിയന്തരമായി വരേണ്ടതുണ്ട്. കാരണം കുട്ടികൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു കാലത്ത് കൊച്ചിയിൽ നല്ല രീതിയിൽ എയ്ഡ്സ് കൂടുതൽ ആൾക്കാരിലേക്ക് അപ്പൊ അത്തരം രോഗങ്ങളിൽ നിന്നൊരു പ്രതിരോധം ഉണ്ടാകാനും കുട്ടികളുടെ ആരോഗ്യവും പഠനവും ഭാവിയും ഒക്കെ കണക്കിലെടുത്ത് കൃത്യമായ നിയമങ്ങൾ വരട്ടെ എന്നുള്ളതാണ്.